ലോകത്തിലെ ഏറ്റവും ആഡംബരപൂർണമായിട്ടുള്ള ശവസംസ്കാര രീതികൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രതാപം കിടക്കുന്ന ലെക്സറിലേക്ക് പോകണം. ഈ ലെക്സർ കാണുമ്പോഴാണ് 3500 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഫറവോമാരുടെ ജീവിതം ഉണ്ടായിരുന്നത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങളായിരുന്നു അവർ നടത്തിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇത് റംസിസ് 5-6 ഫറവോമാരുടെ ബോഡി വെച്ചിട്ടുള്ള അവരുടെ ടൂമ്പിലാണുള്ളത്. നിരവധി വർഷം എടുത്ത് വളരെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ കൊണ്ടാണ് ഈ ടൂമ്പ് ഉണ്ടാക്കുന്നത്. പെയ്ഡ് വർക്കേഴ്സ് ആയിരുന്നു അന്നത്തെ തൊഴിലാളികൾ. അവരുടെ ധാരാളം ടൂമ്പുകൾ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴാണ് അന്നത്തെ അവരുടെ ദൈവസങ്കല്പങ്ങൾ, വരകൾ, അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ മാജിക്കൽ വശങ്ങൾ ഒക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 2000-ഓളം ദൈവങ്ങളുണ്ടായിരുന്നു ഫറോമാർക്ക്. തീബ്സിലെ അല്ലെങ്കിൽ ലെക്സറിലെ അവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അമൂൺ എന്നായിരുന്നു. അപ്പോൾ അമൂണായിട്ട് ബന്ധപ്പെട്ടും അവരുടെ അനൂബിസ്, ത്രോത്ത്, അങ്ങനെ പല ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സങ്കല്പങ്ങൾ, ബുക്ക് ഓഫ് ഡെഡ് പോലുള്ള അവരുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം ഇവിടെ അവരുടെ ഹൈറോഗ്ലിഫിക്സ് ഭാഷയിലും ഈ ചിത്രീകരണങ്ങളുടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോഴാണ് പൗരാണിക മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് വേർഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഒരു മല കംപ്ലീറ്റ്ലി തുറന്നാണ് കൊട്ടാര സമാനമായിട്ടുള്ള ഈ ഒരു ടൂമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ 65-ലധികം ടൂമ്പുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ മറ്റുള്ള ടൂമ്പുകൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ഫറോമാരുടെ ഈ ശവകുടീരം എന്നതിലപ്പുറമായിട്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായിട്ടുള്ളത് ഇവിടെ ഈ ചുമരുകളിലും ഒക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ്. ഒരുപക്ഷെ പിന്നീട് ഈ പുതിയ തലമുറക്ക് ഇവരെ പറ്റിയിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് ഈ എഴുത്തുകളിൽ നിന്നാണ്. ഇതിൽ അവരുടെ ദൈവസങ്കല്പങ്ങളുണ്ട്, അവരുടെ ജീവിതങ്ങളുണ്ട്, അവരുടെ ശത്രുക്കളുമായിട്ട് അവരുടെ ഉണ്ടായ യുദ്ധങ്ങളെ പറ്റിയിട്ടും അവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ പല ഘട്ടങ്ങളെ പറ്റിയിട്ടുള്ളൊക്കെ എഴുതി വെക്കപ്പെട്ടത്. ലെക്സറിലുള്ള റംസിസ് 5-6 ഇങ്ങനെയുള്ള ഫറോമാരുടെ കുടീരങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവരുടെ മമ്മികൾ നമ്മൾ നേരത്തെ ഈജിപ്തിൽ വെച്ച് കണ്ടിരുന്നു. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ കൊട്ടാര സമാനമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ കളറുകളും ഇതിൻ്റെ കോമ്പിനേഷനുകളും ഇവിടെ ചിത്രച്ചുമരുകളിലൊക്കെ എങ്ങനെ ഇത്രയും കാലം നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്.